തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി പാങ്ങോട് സൈനിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ആരാധനാലയമാണ്. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിന്റെ മേൽനോട്ടത്തിലും മദ്രാസ് റെജിമെന്റ് സെന്ററിന്റെ നിയന്ത്രണത്തിലുമാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീ ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമി, മഹാദേവൻ, മഹാവിഷ്ണു, ഗണപതി, നാഗരാജാവ് എന്നീ 5 പ്രധാന പ്രതിഷ്ഠകളാണ് പാങ്ങോട് ഹനുമാൻ ക്ഷേത്രത്തിലുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് അനന്തകൃഷ്ണൻ പോറ്റി. തിരുവനന്തപുരത്തെ പാങ്ങോട്ടുള്ള ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് കർമ്മമനുഷ്ഠിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും മദ്രാസ് റെജിമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം. പ്രധാന മൂർത്തിയായിട്ട് ശ്രീ ഹനുമാൻ സ്വാമിയും തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ മഹാദേവനും അതുപോലെ തന്നെ ശ്രീ മഹാവിഷ്ണുവിനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ മഹാഗണപതിയെയും നാഗദേവതകളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അഭയവരദത്തോടു കൂടിയുള്ള ഇടത് കൈ ഇടുപ്പിലും ചെറുതായിട്ടൊന്ന് ഇടത് കാൽ മുട്ട് ഒന്ന് മടക്കി വെച്ചിരിക്കുന്ന രൂപത്തിലാണ് ശ്രീ ഹനുമാൻ സ്വാമി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്നത്തെ നിയമസഭാ മന്ദിരത്തിനോട് ചേർന്നുള്ള പഴയ കണ്ടോൺമെന്റ് ഏരിയയിലാണ് സേനയുടെ ഗാരിസൺ ഉണ്ടായിരുന്നത്. 1985 കണ്ടോൺമെന്റിൽ നിന്നും പാങ്ങോട്ടേക്ക് ഗാരിസൺ മാറ്റിയതിന്റെ ഫലമായി പുതിയ കണ്ടോൺമെന്റ് പ്രദേശത്ത് തങ്ങളുടെ സൈനികർക്കായി ഒരു ആരാധനാലയം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത സംസ്ഥാന സേനയ്ക്ക് തോന്നി. അങ്ങനെ പാങ്ങോട് ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. പിൽക്കാലത്ത് ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിന്റെ സമീപത്ത് യുദ്ധസ്മാരകം സ്ഥാപിച്ച ശേഷം വിഗ്രഹങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. തുടർന്ന് ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിലേക്ക് 2011 ജൂലൈ 30 പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും പ്രവഹിക്കുന്ന പോസിറ്റീവ് എനർജി എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനു കാരണം ഈ ക്ഷേത്രം വളരെയധികം വൃത്തിയോടും ശുദ്ധിയോടുമാണ് പരിപാലിക്കപ്പെടുന്നത്. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ മുഴുക്കാപ്പ്, വടമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഒപ്പം ഹനുമത് വിഗ്രഹത്തിൽ കർണകുണ്ടലം ചാർത്തുന്ന വഴിപാടും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നായർ പട്ടാളം ആരാധിച്ചു വന്നിരുന്ന മൂർത്തിയാണ് വിഗ്രഹം. ഇത് പിന്നീട് ക്യാമ്പിനകത്ത് കൊണ്ടുവരികയും പിന്നീട് അവിടെ യുദ്ധസ്മാരകം വന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സൗകര്യാർത്ഥമായിട്ട് തിരുമല ഭാഗത്തോട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കരസേനയുടെ തന്നെ ഭൂമിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് വരികയായിരുന്നു. അതും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരമാണ് ഈ ക്ഷേത്രം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് ഉദയാസ്തമന പൂജയും അതുപോലെ തന്നെ അവൽ നിവേദ്യം, വടമാല, വെറ്റിലമാല, വെണ്ണ നിവേദ്യം ചാർത്തുക, ഇത് പ്രധാനപ്പെട്ട വഴിപാടായിട്ട് നടത്തി വരും. പിന്നെ അർച്ചനകളും അതുപോലെ തന്നെ സൂക്ത അർച്ചനകളും പ്രധാനപ്പെട്ട വഴിപാടിൻ്റെ ഭാഗമായിട്ട് നടന്നു വരും. പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് കുങ്കുമാർച്ചനയാണ്. കാരണം കേരളത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കാണാത്ത ഒരു വഴിപാടാണ് കുങ്കുമാർച്ചന. ആ കുങ്കുമാർച്ചന ഇവിടെ നമ്മൾ നടത്തി വരുന്നു. മംഗല്യഭാഗ്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ അഭിവൃദ്ധിക്കും ഐക്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കുങ്കുമാർച്ചന നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാടും കൂടിയാണ് കർണകുണ്ടലം ചാർത്തുക. ഇവിടെ ഭഗവാന് സ്വർണ്ണത്തിലുള്ള കർണകുണ്ടലം ഭഗവാന് വഴിപാടായിട്ട് ചാർത്തി വരുന്നു. കാരണം എല്ലാവർക്കും ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ എല്ലാവർക്കും ഭഗവാന് സ്വർണം സമർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തന്നെ കർണകുണ്ടലം ഒരു ചെറിയ നിശ്ചിത ഒരു തുക വാങ്ങിച്ചും കൊണ്ട് ഇവിടെ കർണകുണ്ടലം വഴിപാടായിട്ട് ഭഗവാന് ചാർത്തുന്നുണ്ട്. അതായത് സ്വർണം സമർപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ വഴിപാട് നടത്തി വരുന്നത്. പുറമേ തന്നെ വെണ്ണ കൊണ്ടാണ് ഭഗവാൻ ഇവിടെ മുഴുക്കാപ്പ് ചാർത്തുന്നത്. മുഴുവനായിട്ട് പാദം മുതൽ ശിരസ് വരെ മുഴുവനായിട്ടും ഭഗവാന് വെണ്ണ കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തുന്നു. മുഖച്ചാർത്തായിട്ടുമുണ്ട്. പിന്നെ വാഹനപൂജ നടത്തി വരുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പലർക്കും അത് നല്ലൊരു അനുഭവമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നെഞ്ചു പിളർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഹനുമാൻ സ്വാമിയുടെ ഒരു ഭീമാകാരമായ ശില്പം. അനുവിങ്കലായുധമേറ്റുമുറികയാൽ ഹനുമാനിവനെന്നും ദൈവങ്ങൾ ചൊല്ലിനാർ.
നിൻബലവീര്യങ്ങൾ വർണ്ണനയ്ക്കപ്പുറം നിൻ ഭക്തി വൈഭവം കൽപ്പനയ്ക്കപ്പുറം. ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയൊരു വിഗ്രഹം നിങ്ങൾക്ക് കാണാം. നെഞ്ച് പിളർന്ന് നിൽക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള വളരെ വലിയ രൂപത്തിലുള്ളൊരു ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒട്ടനവധി ആൾക്കാർ അവിടെ വന്ന് തൊഴുകയും അതിന് പ്രത്യേകിച്ച് പൂജാതി കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എന്തോ ഒരു ശക്തി അവിടെ പല ആൾക്കാർക്കും അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഭക്തജനങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കുട്ടികളൊക്കെ അവിടെ നിന്നും കൊണ്ട് അവിടെ ഫോട്ടോ എടുക്കുകയും സെൽഫിയൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ചില അത്ഭുത സംഭവങ്ങൾ ക്ഷേത്ര മേൽശാന്തിയായ സുരേഷ് പോറ്റിയുടെ ഓർമ്മയിൽ ഒളിമങ്ങാതെ നിറഞ്ഞു നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ഒട്ടനവധി ഭക്തജനങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. മംഗല്യ തടസ്സമായിട്ട് നിന്ന ഒട്ടനവധി ആൾക്കാർക്ക് ഇവിടെ അർച്ചനയും മറ്റ് പരിഹാരങ്ങളൊക്കെ ചെയ്തത് വഴി മംഗല്യം ഉണ്ടാവുകയും വിദ്യാതടസ്സം, പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷാ കാലഘട്ടം വരികയാണ്. പരീക്ഷാ കാലഘട്ടത്തിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇവിടെ നൂൽജപവും അതുപോലെ തന്നെ പേനപൂജ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് പോകുന്ന പല വിദ്യാർത്ഥികളും ഇവിടെ ഉന്നത വിജയം നേടുകയും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ജോലി ഭാവിയിൽ കിട്ടുന്നതായിട്ടും എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശത്രു സംഹാരത്തിനാണെങ്കിലും ജോലി സംബന്ധമായുള്ള കാര്യത്തിനും പ്രൊമോഷൻ സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് ഒട്ടനവധി ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ അതിശയിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതൊരു വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള യൂണിഫോം, വളരെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള വളരെ യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള 2 പുരുഷന്മാരും ഒരു സ്ത്രീയും, ഒരു 22-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൾക്കാരാണ് വന്നത്. വളരെ പെട്ടെന്ന് വളരെ ഭയത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആകാംക്ഷയോടു കൂടിയാണ് അവർ ഈ ക്ഷേത്രത്തിനകത്ത് കയറി വന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, ഈ കുട്ടി, അതായത് വന്നിരിക്കുന്ന കൂടെ നിൽക്കുന്ന ആ സ്ത്രീയുടെ കൂട്ടത്തിൽ അവർക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. 2-3 ദിവസമായിട്ട് അവർ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവരുടെ കൂടെ തന്നെ ഒരു ആത്മാവ് കൂടെ ഉള്ളതുപോലെയും ഒരു ആത്മാവ് അവരുമായിട്ട് സംസാരിക്കുന്നത് പോലെയൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഭയന്നിട്ടാണ് അവർ ഇവിടെ വന്നത്, ഒരു പരിഹാരം എന്നുള്ള രീതി ഇവിടെ നിന്ന് അന്വേഷിച്ച് വന്നതാണ് അവർ. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ ആദ്യം എനിക്കൊരു സംശയം വന്നു. കാരണം അവർ കണ്ട മാത്രമേ തന്നെ എനിക്ക് വളരെ അഭ്യസ്തരവിദ്യരായിട്ടുള്ള ഒരാൾക്കാരാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയമായിരുന്നു. പക്ഷെ അവരെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർ വളരെയധികം ഭയന്നിരിക്കുകയാണെന്ന്. പിന്നീട് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു. നൂൽ ജപവും ഭസ്മവും ഒക്കെ ജപിച്ചു കൊടുത്തു. അങ്ങനെ ഒരാഴ്ച അവർ സ്ഥിരമായിട്ട് വന്നു. അതിനുശേഷം അവർ ഈ ഒരു വിഷയം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവരതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൽ പോയതും. അവിടെ അവരെന്തൊരു പ്രോജക്റ്റുമായിട്ടാണ് അവർ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നത്. അവരിപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഇവിടെ വരുന്ന സമയങ്ങളിൽ ഇവിടെ വന്ന് തൊഴുതിട്ട് പോകുന്നുണ്ട്. അതെന്നെ വളരെയധികം അതിശയിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം വളരെ വിശേഷമാണ്. 100 കണക്കിന് ഭക്തരാണ് ആ ദിവസം ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷ ദിവസങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വ്യാഴാഴ്ചയാണ് പ്രധാനമായിട്ടും വിശേഷ ദിവസമായിട്ട് കരുതുന്നത്. ഇവിടെ ശിവനും വിഷ്ണുവും ഉണ്ടെങ്കിൽ പോലും വൈഷ്ണവ രൂപത്തിലുള്ള വൈഷ്ണവ ഭാവത്തിലാണ് ഇവിടെ ഹനുമാൻ സ്വാമി ആരാധിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം ഇവിടെ പ്രാധാന്യം നൽകുന്നു. ശനിദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ഇവിടെ ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന നീരാഞ്ജനം വഴിപാടും അർച്ചനയൊക്കെ ശനിദോഷം മാറ്റത്തിന് വേണ്ടി ഇവിടെ ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസവും മംഗല്യ തടസ്സത്തിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബാഭിവൃദ്ധിക്കും വേണ്ടിയിട്ടൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ, നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഒരു ആചാരപ്രകാരം അവർ ചൊവ്വാഴ്ച ദിവസമാണ് ഹനുമാൻ സ്വാമിയുടെ ദിവസമായിട്ട് അവർ ആരാധിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടനവധി വടക്കേ ഇന്ത്യക്കാർ ഇവിടെ വന്ന് ആ ദിവസങ്ങളിൽ തൊഴുതു പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വിശേഷമായിട്ടുള്ള പൂജകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഉദയാസ്തമന പൂജയും മുഴുക്കാപ്പും ഇങ്ങനെയാണ്. പുറമെ ഇവിടുത്തെ ഉത്സവമായിട്ട് വരുന്നത് ഹനുമത് ജയന്തി, ധനുമാസത്തിലെ മൂലനക്ഷത്രത്തിനാണ് ഇവിടെ ഹനുമത് ജയന്തി ആഘോഷിക്കുന്നത്. 3 ദിവസത്തെ പൂജാതി കർമ്മങ്ങളോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഹനുമത് ജയന്തി ആഘോഷം നമ്മൾ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു. പുറമെ മിഥുന മാസത്തിൽ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു വരുന്നു. കർക്കിടക മാസത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രകലശാഭിഷേകവും അതുപോലെ തന്നെ ലക്ഷാർച്ചനയും തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ നടന്നു പോരുന്നുണ്ട്. പുറമെ ശ്രീരാമനവമി പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമായിട്ട് നടക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ 30 ദിവസവും ഇവിടെ രാമായണ പാരായണം ഭംഗിയായിട്ട് ഇവിടെ ചെയ്തു പോകുന്നു. അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ ചെയ്തു വരുന്നുണ്ട്. വാഹനങ്ങളിൽ എത്തുന്നവർക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്.
തൻ്റെ ഭക്തർക്ക് എന്നും തുണയായി പാങ്ങോട് ശ്രീ ഹനുമാൻ സ്വാമി പുഞ്ചിരി തൂക്കി നമ്മെ ആശീർവദിക്കട്ടെ.